ദക്ഷൻ പരമശിവനെയും സതിയെയും അശുദ്ധരായി ഗണിച്ചതാ. സതീദേവിയുമായി ശങ്കരൻ കൈലാസത്തിൽ പാർഷദന്മാരാൽ പരിസേവിതനായി കഴിഞ്ഞു പോന്നു. പ്രപഞ്ചത്തിൽ സർവ്വജീവികൾക്കും ആനന്ദവും ഐശ്വര്യവും നൽകി. അവർ കൈലാസത്തിൽ വിളങ്ങവേ ഒരു നാൾ ബ്രഹ്മദേവൻ അവിടെ വന്നു ചേർന്നു. പരമശിവനും ദേവിയും ബ്രഹ്മദേവനെ സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾ നടത്തി. ബ്രഹ്മദേവ, ത്രിലോകവാസികൾക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ പ്രജകൾ ദുഃഖിതരല്ലോ? ഇല്ല ദേവ, എന്റെ പ്രത്യേക ശ്രദ്ധയിൽ പ്രപഞ്ചഗതികൾ സുഖമായി നടന്നു പോകുന്നു. അക്കാര്യത്തിൽ ഭഗവാൻ ആകുലനാകുന്നതിൽ അർത്ഥമില്ല. ബ്രഹ്മദേവൻ മറുപടി നൽകി. ബ്രഹ്മദേവന്റെ ഈ മറുപടി ശിവൻ അത്ര രസിച്ചില്ല. ദേവ, അവിടുത്തെ കാരുണ്യത്താൽ മാത്രമാണ് പ്രപഞ്ചം ഈ വിധം തുടർന്നു പോകുന്നതെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഏതായാലും അങ്ങനെയൊരു വിചാരം എനിക്കില്ല, ശങ്കരൻ പറഞ്ഞു. നല്ല കഥ തന്നെയാണിത്. താങ്കൾ വാസ്തവമറിയാതെ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് യുക്തമല്ല. താങ്കളുടെ അവസ്ഥ തന്നെ ആലോചിച്ചു നോക്കിക്കേ. ഹലാഹലന്മാരെ വധിച്ച ശേഷം താങ്കൾ വർഷങ്ങളോളം കർമ്മവിമുഖന്മാരായിരുന്നില്ലേ? സ്ഥിതി സംരക്ഷകനായ മഹാവിഷ്ണുവും ഇതിൽ നിന്നും വിഭിന്നനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സ്വകർമ്മത്തിൽ വ്യാപൃതനാണ്. അതേസമയം അങ്ങിപ്പോഴും മുമ്പത്തെ അവസ്ഥയിൽ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രം. ഇന്നങ്ങ് മധുവിധുവിന്റെ ലഹരിയിലും. ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞു. ബ്രഹ്മദേവ, താങ്കൾ സൃഷ്ടികർത്താവ് തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ അങ്ങയുടെ സൃഷ്ടി തന്നെയാണ്. പക്ഷെ അഹങ്കാരം നല്ലൊരു ഗുണമാണെന്ന് ആരും പറഞ്ഞെന്നു വരില്ല. മഹാദേവന്റെ വചനങ്ങളിൽ പാരുഷ്യം വർദ്ധിച്ചു വന്നു തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ബ്രഹ്മദേവന്റെ ഭാവവും മാറി. ബ്രഹ്മദേവൻ പറഞ്ഞു, അതെ, ഞാൻ സൃഷ്ടികർത്താവാണ്. പ്രപഞ്ചത്തിലെ ഏതൊരു ജീവിയെയും എൻ്റെ ഉൽപ്പന്നമാണ്. അതറിഞ്ഞിട്ട് താങ്കളും കുറ്റാരോപണം എൻ്റെ മേൽ നടത്തുന്നത് എന്തിനാണ്? ഹേ സതീപതേ, താങ്കളൊന്നറിയുക, ത്രൈലോകാധിപതി ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ള ഏക ശക്തി ഞാനാണ്. പരമശിവൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നല്ല ഫലിതം തന്നെ. എങ്കിലും അല്ലയോ വിരിഞ്ച, താങ്കൾ പറയുക, താങ്കളുടെ സൃഷ്ടികളായ സർവ്വതിനെയും താങ്കളെപ്പോലും സംഹരിക്കുവാനുള്ള കഴിവ് എനിക്കില്ലേ? പറയുക, ആരാണ് ശ്രേഷ്ഠൻ? താങ്കളോ? താങ്കളെയും സംഹരിക്കുവാൻ പ്രാപ്തനായ ഞാനോ? ബ്രഹ്മദേവൻ കുപിതനായി തീർന്നു. സർവ്വലോകങ്ങളിലും ആദരിക്കുന്ന തന്നെ കേവലം ജടാധാരിയും തൻ്റെ ഭൂമധ്യത്തിൽ നിന്നും ജന്മം കൊണ്ടവനുമായ ഒരുവൻ അവഹേളിക്കുന്നുവെന്നോ? അദ്ദേഹത്തിന്റെ മുഖങ്ങൾ കോപത്താൽ ചുവന്നു തൊടുത്തു. ബ്രഹ്മദേവൻ പരമശിവന് നേരെ വാക്ശരങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. ശ്രേഷ്ഠനാണത്രേ ശ്രേഷ്ഠൻ. ജടാധാരിയും സർപ്പധാരിയുമായ നിനക്ക് അവകാശപ്പെടുവാൻ എന്ത് മഹത്വമാണുള്ളത്? ദുർബലനായ അസുരന്മാരെ വർഷങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തിയതോ? ആ കഥ കേട്ടാൽ ശക്തർ പരിഹസിക്കും. നിസാരന്മാരായ അസുരന്മാരെ കൊന്നതിൻ്റെ ക്ഷീണം പിന്നെയും 10,000-കണക്കിന് വർഷങ്ങളോളവും. ദക്ഷ പ്രജാപതിയുടെ ഓമന സന്താനമായ സതീദേവി നിന്നിൽ കാമാവേശിയായതും അത്ഭുതമായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കന്യകയുടെ അവിവേകമാണെന്ന് കരുതാം. പക്ഷേ ദക്ഷൻ എന്തറിഞ്ഞിട്ടാണ് അവളെ നിനക്ക് തന്നതെന്ന് അറിയുവാൻ എനിക്ക് പോലും സാധിക്കുന്നില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? സംസ്കാരഹീനമായ നിന്റെ സ്വഭാവം ദക്ഷഭവനത്തിലും ആവർത്തിച്ചില്ലേ? അദ്ദേഹം നിന്നെ സ്വഭവനത്തിൽ നിന്ന് നിഷ്കാസതനാക്കിയില്ലേ? ബ്രഹ്മദേവൻ പരമശിവന് നേരെ ശകാരം തുടർന്നുകൊണ്ടേയിരുന്നു. ബ്രഹ്മദേവന്റെ ഓരോ വാക്കും പരമശിവന്റെ അഭിമാനത്തിന്മേൽ വന്നു തറച്ച ക്രൂരമ്പുകളായി തീർന്നു. ഭഗവാൻ അത്യധികം കുപിതനായി തീർന്നു. ശംഭുവിന്റെ കണ്ണുകളിൽ കോപാഗ്നി എരിഞ്ഞു. അവസാനം കോപമടക്കുവാൻ കഴിയാതെ വന്ന ഭഗവാൻ പരമശിവൻ ബ്രഹ്മാവിന് നേരെ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുത്ത് വാക്ഷരങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്ന ബ്രഹ്മശിരസ് നുള്ളിയെടുത്തു. അസഹ്യമായ വേദനയാൽ ബ്രഹ്മദേവൻ പിടഞ്ഞുപോയി. രക്തമിറ്റിറ്റ് വീഴുന്ന കണ്ഠവുമായി ബ്രഹ്മദേവൻ പരമശിവനെ ഇങ്ങനെ ശപിച്ചു. ഹേ നീച ബുദ്ധിയായ പരമേശ്വര, എൻ്റെ ശിരസ് നീ നുള്ളിയെടുത്തു അല്ലേ? ആ ശിരസിന്റെ കപാലുവായി നിനക്ക് ഭിക്ഷയാചിക്കേണ്ടി വരുന്ന സമയം അതിദൂരമല്ലെന്നറിയുക. പരമശിവനെ ശപിച്ച ശേഷം ബ്രഹ്മദേവൻ കൈലാസത്തിൽ നിന്നും നടകൊണ്ടു. രക്തമിറ്റ് വീഴുന്ന ആ ശിരസ് നിലത്തെറിയുവാൻ ശങ്കരൻ ശ്രമിച്ചു. പക്ഷേ എത്ര തന്നെ യത്നിച്ചിട്ടും ഭഗവാന്റെ കൈകളിൽ നിന്ന് ശിരസ് നിലത്തു പതിച്ചില്ല. പരമശിവൻ പരിക്ഷീണിതനായി മാറി. ഒരിക്കലും ബ്രഹ്മശിരസ് തന്റെ കൈകളിൽ നിന്നും മാറ്റുവാനില്ലെന്ന യാഥാർത്ഥ്യം ഭഗവാന് ബോധ്യമായി. പരമശിവനും ബ്രഹ്മദേവനും തമ്മിലുണ്ടായ വാഗ്വാദവും അതിന്റെ പരിസമാപ്തിയും ദക്ഷ പ്രജാപതിയുടെ ചെവികളിലുമെത്തി. തന്റെ പിതാവ് കൂടിയായ ബ്രഹ്മദേവനെ അഹങ്കാരിയായ പരമശിവൻ അപമാനിക്കുകയല്ലേ ചെയ്തത്?
നീചനായ ശങ്കറിന് ഈ ശിക്ഷ തന്നെ മതിയാകില്ല. കയ്യിൽ കബലവുമായി നടക്കുന്നവൻ അശുദ്ധമാണ്. അശുദ്ധനായ ഒരുവന് തൻ്റെ ഭവനത്തിൽ ഇനി ഒരിക്കലും ഇടം നൽകുകയില്ല. ദക്ഷൻ ചിന്തിച്ചുറപ്പിച്ചു. അനന്തരം ദക്ഷൻ തൻ്റെ പുത്രിയായ സതിയുടെ വാസസ്ഥലത്തിലെത്തി അവളോട് കൽപ്പിച്ചു, മകളെ, ജടാധാരിയും കപാലം കയ്യിൽ ധരിക്കുന്നവനുമായ വികൃതരൂപനായ ശിവൻ നിന്റെ പതിയാണെന്ന് പറയുവാൻ എനിക്ക് ലജ്ജയുണ്ട്. നിന്റെ ശാഠ്യത്തിന് വിധേയനായി അവനെ നിന്റെ നൽകിയതിൽ ഞാനിന്ന് ദുഃഖിക്കുന്നുണ്ട്. പുത്രി, നീ അവനെ ഉപേക്ഷിച്ച് കൊട്ടാരത്തിൽ വന്ന സസുഖം പാർക്കുക. പിതാവേ, അവിടുന്ന് ക്ഷമിച്ചാലും അവിടുന്ന് നിന്ദിക്കുന്ന ശങ്കരൻ എൻ്റെ പതിയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ആനന്ദം കണ്ടെത്തുകയാണ്. പിതാവേ, അവിടുന്ന് അദ്ദേഹത്തിൽ ദർശിച്ച കളങ്കങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളായാണ് ഞാൻ വീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഉപേക്ഷിച്ചു വരുവാൻ എനിക്ക് കഴിയുകയില്ല. ഇപ്രകാരം സതീദേവി അറിയിച്ചു. ദക്ഷ പ്രജാപതി പിന്നെയും സതിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദേവി ശങ്കരനെ വിട്ടു പോകുവാൻ വിസമ്മതിച്ചു. ഒടുവിൽ ദക്ഷൻ അവസാന വാക്കായി പറഞ്ഞു, സതി, നീ ശിശുക്കളെ പോലെ ശാഠ്യം പിടിക്കരുത്. നീയൊന്ന് മനസ്സിലാക്കുക, കപാലധാരിയായ പരമശിവൻ അശുദ്ധനാണ്. അവൻ എൻ്റെ കൊട്ടാരത്തിലും അവിടെ നടക്കുന്ന ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയില്ല. അവനോടുള്ള അന്ധമായ സ്നേഹത്താൽ നീ അവനെ ഉപേക്ഷിക്കാത്ത പക്ഷം നിനക്കും ഞാൻ ആ ഗതി വധിക്കും. നീയും അശുദ്ധമായി മാറുന്നതായിരിക്കും. ദക്ഷന്റെ ഉഗ്രശാസനത്തിന് സതീദേവി ശാന്തസ്വരത്തിൽ മറുപടി നൽകി. അച്ഛാ, എൻ്റെ പതി അശുദ്ധനാണെങ്കിൽ അതിൽ പങ്കാളിയാകുവാൻ ഞാനും സന്നദ്ധയാണ്. അദ്ദേഹത്തിനെ നിഷേധിച്ചിരിക്കുന്ന ദക്ഷ പ്രജാപതിയുടെ കൊട്ടാരം എനിക്ക് കൊടുങ്കാടിനേക്കാൾ ക്രൂരമായിരിക്കും. അച്ഛാ, എൻ്റെ പതിയായ പരമേശ്വരനെ നിഷേധിക്കുന്നതൊന്നും എനിക്കും ആവശ്യമില്ല. മകളുടെ ഉറച്ച തീരുമാനമറിഞ്ഞ ദക്ഷൻ കുപിതനായി മടങ്ങിപ്പോയി. അന്നു മുതൽ പരമശിവനെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ സതീദേവിയെയും ദക്ഷൻ അശുദ്ധരായി കണക്കാക്കി. അവർക്ക് ദക്ഷഗ്രഹത്തിൽ യാതൊരുവിധ സ്ഥാനവും നൽകാതെയായി. അടുത്തതായി ദക്ഷനും പരമശിവനും തമ്മിലുള്ള ശത്രുതയാണ് തുടരും.